കോഴിക്കോട് കട്ടിപ്പാറയിൽ ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയ അധ്യാപിക അലീനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂൾ അധ്യാപികയായ അലീനയ്ക്ക് കഴിഞ്ഞ 6 വർഷമായി ₹1 പോലും ശമ്പളമായി ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം. മകൾ മരിച്ചതിന് ശേഷം ഇതുവരെ മാനേജ്മെന്റ് പ്രതിനിധികൾ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അലീനയുടെ പിതാവ് ബെന്നി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മരണത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുമെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മാധ്യമങ്ങളുള്ള വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടീച്ചറിന്റെ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബു ആണ് ചേരുന്നത്. ബെൻസൺ, എന്തായാലും ഏറെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 6 വർഷമായി ജോലി ചെയ്തിട്ട് അതിന് ശമ്പളം കിട്ടിയില്ല. അതിൽ മനം തൊന്ന് ജീവനൊടുക്കുകയാണ് ഒരു അധ്യാപിക ചെയ്തിരിക്കുന്നത്. അതിൽ ഏത് രീതിയിലാണ് ഇപ്പോൾ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറയുന്നത്? അതുപോലെ തന്നെ അവരുടെ കുടുംബമൊക്കെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? സ്വാതി സൂചിപ്പിച്ചതുപോലെ 6 വർഷക്കാലമായി താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള കോർപ്പറേറ്റിന് കീഴിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു കട്ടിപ്പാറ സ്വദേശിയായിട്ടുള്ള അലീന ബെന്നി. 29 വയസ്സാണ്. ആദ്യ 5 വർഷം കട്ടിപ്പാറയിലെ തന്നെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 5 വർഷം ജോലി ചെയ്തതിന് ശേഷം അവരുടെ നിയമനം സ്ഥിരപ്പെടുത്താനായിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് പിന്നീട് കോടഞ്ചേരി LP സ്കൂളിലേക്ക് മാറുന്നത്. അവിടെ 1 വർഷക്കാലം ജോലി ചെയ്തു. അപ്പോഴും ഈ നിയമനം സ്ഥിരപ്പെടുകയോ ഈ 6 വർഷക്കാലം ജോലി ചെയ്തതിന്റെ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ അലീന വലിയ മാനസിക വിഷമത്തിലേക്ക് പോവുകയും തുടർന്ന് ജീവൻ ഒടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തത്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ഒരു രൂപത മാനേജ്മെന്റിനെതിരെ, കോർപ്പറേറ്റ് മാനേജ്മെന്റിനെതിരെ ഈ കുടുംബം ഉന്നയിക്കുന്നത്. കാരണം 13 ലക്ഷം രൂപയാണ് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ കുടുംബം ഈ കോർപ്പറേറ്റിന് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കോർപ്പറേറ്റിന്റെ ഭാഗത്തു നിന്നും വരുന്ന അവരുടെ പ്രതികരണം അനുസരിച്ച് അവർ പത്രക്കുറിപ്പായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അവരെ നേരിട്ട് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചു. പക്ഷേ കോർപ്പറേറ്റ് മാനേജർ അടക്കമുള്ള ആളുകൾ നേരിട്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അവർ പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ ഇത്തരത്തിൽ പണം ഒന്നും തന്നെ വാങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ കുടുംബം പറയുന്നു ഇത്തരത്തിൽ പണം നൽകിയാണ് അവർ നിയമനത്തിനായിട്ട് അല്ലെങ്കിൽ നിയമനം നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അതൊരു താൽക്കാലിക നിയമനമായിട്ടായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ കട്ടിപ്പാറ സ്കൂളിൽ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. ആ അധ്യാപിക ലീവിൽ പോകുന്നു. അങ്ങനെ ആ ലീവ് വേക്കൻസിയിൽ അലീന അവിടെ ജോലിക്ക് കയറുന്നു. ഉടൻ തന്നെ അത് സ്ഥിരപ്പെടുത്താമെന്ന ഒരു വാഗ്ദാനം ഈ കോർപ്പറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്നാൽ അത് വർഷങ്ങൾ കടന്നുപോയിട്ടും അത് ഉണ്ടാകുന്നില്ല. സാങ്കേതികമായ തടസ്സങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവിധ തരത്തിലുള്ള, അതായത് ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്നും, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിയമനം സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻപോട്ട് പോകാത്തതെന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും കോടഞ്ചേരി സ്കൂളിൽ പുതിയൊരു നിയമനം എന്ന നിലയിൽ ജോലി റെഡിയാക്കുന്നു. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം കട്ടിപ്പാറ സ്കൂളിൽ ജോലി ചെയ്തതിന്റെ യാതൊരു വിധത്തിലുള്ള രേഖകളും ഉണ്ടാവില്ല, അത്തരത്തിലൊരു എക്സ്പീരിയൻസും ഉണ്ടാവില്ല. ഒരു പുതിയ നിയമനം എന്ന നിലയിൽ കോടഞ്ചേരി സ്കൂളിൽ ഒരു അധ്യാപികയായി നിയമനം ലഭിക്കുന്നു. അതും ഈ പറയുന്നത് പോലെ 1 വർഷത്തിനുള്ളിൽ തന്നെ അതും സ്ഥിരം നിയമനമാക്കി നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതും നടപ്പിലാകാതെ വന്നതോടുകൂടിയാണ് ഈ പെൺകുട്ടി വലിയ മാനസിക വിഷമത്തിലേക്ക് പോവുകയും ആത്മഹത്യയിലേക്ക് അടക്കം പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഈ മാനേജ്മെന്റിന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് അവർക്ക് മുൻകൈ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റ് പ്രധാനമായും അവർ ഈ സംസ്ഥാന സർക്കാരിനെ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയാണ് അവർ കുറ്റം പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്, അനാസ്ഥയുണ്ട്. അതിന്റെ ഇരയാണ് അലീന എന്ന് ഈ കോർപ്പറേറ്റ് പറയുമ്പോൾ, എന്നാൽ അത്തരത്തിലല്ല. കോർപ്പറേറ്റ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ നൂലാമാലകൾ പരിഹരിക്കാമായിരുന്നു. കൃത്യമായും മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു നൂലാമാലകൾ തീർത്ത് കൃത്യമായിട്ടുള്ള നിയമനം നൽകാൻ സാധിക്കുമായിരുന്നു എന്ന് കുടുംബം ആരോപിക്കുന്നു. പക്ഷേ ഇതിൽ നിയമപരമായിട്ടുള്ള ഒരു നടപടികളിലേക്കൊന്നും കുടുംബം ഇതുവരെയും പോയിട്ടില്ല. പോലീസിൽ കേസ് നൽകുക, അങ്ങനെ മറ്റൊരു നടപടികളിലേക്കൊന്നും കുടുംബം പോയിട്ടില്ല. നിലവിൽ ഇപ്പോഴും അലീനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടുകൂടി തന്നെ കട്ടിപ്പാറ പള്ളിയിലാണ്, അല്ലെങ്കിൽ കട്ടിപ്പാറ പള്ളിയിലാണ് മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം മാത്രമായിരിക്കും, വരും ദിവസങ്ങളിലായിരിക്കും മറ്റ് നിയമ നടപടികൾ ഏത് രീതിയിലായിരിക്കണം എന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിലൊരു അന്വേഷണ റിപ്പോർട്ട് നൽകാൻ സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വലിയ പ്രതിസന്ധിയുണ്ട്, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ അധ്യാപകർ ഏറെ കാലങ്ങളായി ഉന്നയിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളാണ് എന്നാണ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകുന്ന വിശദീകരണം. അപ്പോൾ അതിന്റെ ഒരു അവസാന ഇര എന്ന നിലയിലാണ് അലീനയെ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. 6 വർഷക്കാലം ജോലി ചെയ്തിട്ടും ഒരു രൂപ പോലും ശമ്പളം ലഭിച്ചില്ല. കട്ടിപ്പാറയിൽ ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമ
മനോവിഷമത്തിൽ ജീവനൊടുക്കിയ അധ്യാപിക അലീനയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്.